ഉണ്ടെങ്കിലും കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ പെൻഷനേഴ്സിനെ സംബന്ധിച്ച് അതിപ്രധാനപ്പെട്ട ഈ ഒരു ആവശ്യം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുകൂടി ഞാൻ ഉറപ്പ് നൽകാണ്. വിരമിക്കൽ എന്നത് ഒരു ഔദ്യോഗികമായ വിരമിക്കൽ എന്നതൊരു ടെക്നിക്കൽ ആസ്പെക്ട് മാത്രമാണ്. സംസ്ഥാന പോലീസിനെ സഹായിക്കുവാൻ ഇപ്പോഴും പെൻഷനേഴ്സിന് നിരവധി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള നിരവധി വിപത്തുകളുണ്ട്. സംസ്ഥാന എക്സൈസിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി എന്ന രീതിയിൽ ഒരു നെറ്റ്വർക്ക് 13,000-ഓളം വരുന്ന അംഗങ്ങളുള്ള ഒരു സംഘടന. ആകെ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എനിക്ക് ഏകദേശം 30,000-ൽ കൂടുതൽ വരും. നിരവധി ആളുകൾ ഇപ്പോഴും സംഘടനയിൽ ചേരാനുണ്ട് എന്ന് സംസ്ഥാന പ്രസിഡന്റും മറ്റു ഭാരവാഹികളും എന്നോട് പറയുകയുണ്ടായി. സഹകരണ മേഖലയിൽ ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഇന്ന് കൊല്ലത്തിൽ നഗരത്തിൽ തന്നെ അർബൻ ബാങ്കിൻ്റെയുമായി ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങളുടെ മറ്റൊരു ചടങ്ങിൽ കൂടി പങ്കെടുക്കേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി ഇവിടെ വന്നെത്തിയിരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്നെത്തിയിരിക്കുന്ന വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് എൻ്റെ നമ്മുടെ ആദ്യത്തെ ലക്കി ഡ്രോ വിന്നറിനെ തിരഞ്ഞെടുക്കുന്ന മനോഹരമായ ഒരു ചടങ്ങാണ്. ഇന്നത്തെ ഫസ്റ്റ് എക്സൈറ്റിംഗ് പ്രൈസ് 21 പീസ് ഡിന്നർ സെറ്റ് വർത്ത് ₹3,790 which is sponsored by State Police Pensioner Welfare Association Kollam City. Yes, നമ്മുടെ ഫസ്റ്റ് വിന്നർ 3092. നിങ്ങളുടെ ബാഡ്ജുകളിലുള്ള നമ്പർ നോക്കുക. നമ്മുടെ ഫസ്റ്റ് വിന്നർ 3092. നമ്പർ വന്നിട്ടുള്ളവരാണ് നമ്മുടെ ആദ്യത്തെ വിന്നർ. അപ്പോൾ ഈ പ്രൈസ് ഇവിടെ ഉണ്ടാവും. 3092 വിന്നർ ഇവിടെ എത്തി നിങ്ങളുടെ ഡിന്നർ സെറ്റ് കരസ്ഥമാക്കാവുന്നതാണ്. കൊല്ലം സിറ്റി Once again, congratulations, sir. സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ആ കർത്തവ്യം അച്ചടക്കവും ദിശാബോധവും നിങ്ങൾക്ക് കാരണം നാടിനെ സേവിക്കുന്നവരുന്നു. പെൻഷൻ കൈയിൽ പേരിട്ട് പെൻഷനായി കണക്കാക്കണമെന്നതിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക പരാജയത്തിലാണെന്നതിൻ്റെ എല്ലാം പ്രശ്നം. ശ്രീ രംഗോലൻ നായർ എന്നെ നിരവധി തവണ വന്ന് കണ്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ശ്രീ മുരളീധരൻ ഈ കാര്യം സംസാരിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ നേരിടുന്ന ഓരോ പ്രശ്നങ്ങളും അത് ഗൗരവമായി തന്നെ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റ് അഭ്യർത്ഥിക്കുന്നു. കോട്ടയം 1027 കറുകച്ചാലി ചങ്ങനാശ്ശേരി 12 യൂണിറ്റുകൾ അടൂര് ചേർത്തല മാരാരിക്കുളം ആലപ്പുഴ നോർത്ത് ആലപ്പുഴ സൗത്ത് കുട്ടനാട് അമ്പലപ്പുഴ അരിപ്പാടി കായംകുളം നൂറനാട് മാവേലിക്കര ചെങ്ങന്നൂർ നെല്ലൂർ പത്തനാപുരം കടക്കൽ 30 പേർ മരണപ്പെട്ടു. 17 തിരുവനന്തപുരം ജില്ല 1238 പേർ, കാട്ടാക്കട പാലക്കാട്
ആകെ 12,639 അംഗങ്ങൾ, 159 യൂണിറ്റുകൾ, മരണപ്പെട്ടവർ 630. ഈ ആളുകൾ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ വായിക്കാൻ അവസരം കിട്ടിയില്ല. ജില്ലകളിൽ നിന്നും വന്നിട്ടുള്ള വാഹനങ്ങളുടെ ഡ്രൈവർ ആൻഡ് ക്ലീനേഴ്സ് എന്നിവർക്കുള്ള ഫുഡ് കൂപ്പൺ പുറത്ത് കൊല്ലം സിറ്റി കൗണ്ടർ. നമ്മുടെ ഇടുക്കിയുടെ പ്രതികളൊക്കെ എന്താ നമ്മൾ നോക്കുന്നത് കേട്ടോ. ജയിക്ക് സാറേ, ഞാൻ ഇരിക്കുന്നത് ഞങ്ങൾ 15 രൂപ വന്നായിരുന്നു. ഓക്കെ. കോംപ്ലിമെന്റ് രജിസ്ട്രേഷൻ ഫീസ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി കൊടുത്തത് 3,34,000 രജിസ്ട്രേഷൻ ഫീസ് കിട്ടിക്കോളാം. തൃശ്ശൂർ ജില്ലയിൽ മെഡിസിനൽ ഫീസിന് വക്കീൽ ഫീസ് നോട്ടീസ് എന്നുള്ളത് വക്കീൽ ഫീസ് നൽകുക 42,200. 1000 രൂപ. പാൻ കാർഡിന് 400 രൂപ. ജനറൽ സെക്രട്ടറി യാത്രാ ചെലവ്, പുതിയ അക്കൗണ്ട് തുടങ്ങിയതിന് സ്റ്റാമ്പ് പേപ്പറും ഒരു ചെക്ക് ബുക്ക് തന്നതിനും 677 രൂപ. 6ാം സംസ്ഥാന സമ്മേളനത്തിന് വിദ്യാഭ്യാസ അവാർഡ് നൽകിയത് 1,20,000. വനിതാ സംഘടന നടത്തിയത് കൊച്ചിയിൽ വെച്ച് നടത്താൻ ചെലവായത് 31,000 തൃശ്ശൂരും. പോലീസ് സഹകരണ സംഘം അക്കൗണ്ട് 29,000 പലിശ നിക്ഷേപിച്ചത് 1,30,000. പോലീസ് സഹകരണ സംഘം അക്കൗണ്ട് 27,000 നിക്ഷേപിച്ച തുക 2,00,000. സൗത്ത് ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിൽ 45,250 നിക്ഷേപിക്കുന്നത്. KP ആക്ട് 2011 സെക്ഷൻ 34(2)(4) പ്രകാരം സർവീസിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ കർത്തവ്യ നിർവഹണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന നടപടികൾക്കെതിരായി വരുന്ന നിയമ നടപടികളെ പ്രതിരോധിക്കാൻ സർക്കാർ സംരക്ഷണം ഉറപ്പു നൽകുന്നുണ്ട്. വിരമിച്ച ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ സർവീസിലുണ്ടായിരുന്ന കാലത്ത് സ്വീകരിച്ച നടപടികളിന്മേൽ സാറേ അവിടേക്ക് ജോസ് സർവീസ് ബഹുമാന്യരെ, കേരള സ്റ്റേറ്റ് പോലീസ് സംസ്ഥാന കമ്മിറ്റിയുടെ 1/1/2024 31/3/2026
ഓഡിറ്റ് മെമ്പർമാരായ ശ്രീ അസിന, ശ്രീ ജി ജയചന്ദ്രൻ, ശ്രീ യൂസഫ് AK എന്നിവർ ബന്ധപ്പെട്ട ഗ്യാസ് ബുക്കുകൾ, വൗച്ചറുകൾ, ജില്ലകളിൽ നിന്നും തിരിച്ചു കിട്ടിയിട്ടുള്ള ന്യൂനതകൾ ആർമികളിൽ രസീത് നമ്പർ കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. വയനാട് ജില്ലയിൽ നിന്നും സംസ്ഥാന സമ്മേളന ഫണ്ട് രസീത് ലഭിച്ചതായി കാണുന്നില്ല. സംഘടനയുടെ രജിസ്ട്രേഷൻ പുതുക്കേണ്ടതിന്റെ ആവശ്യത്തിലേക്ക് 2 ലക്ഷത്തിൽ കൂടുതൽ ടേൺ ഓവറുള്ള കണക്കുകൾ അക്കൗണ്ടിനെ കൊണ്ട് ഓഡിറ്റ്
സ്നേഹ തരംഗിണിയായി മധുര സ്നേഹ തരംഗിണിയായി കാലമാകാശ ഗോപുരനിഴലിൽ കാലമാകാശ ഗോപുരനിഴലിൽ കൽപ്പന തൻ കളരാജികൾ ചിന്തി കൽപ്പന തൻ മധുര സ്നേഹ തരംഗിണിയായി മധുര സ്നേഹ തരംഗിണിയായി അച്ഛനാമേരുവിൽ നീ ഉത്ഭവിച്ചു അമ്മയാം താഴ്വര തന്നിൽ വളർന്നു അടുത്ത തലമുറ കടലായിരണ്ടി ആവേശമാർന്നു നീ തുള്ളിത്തുളുമ്പി മുന്നോട്ട് മുന്നോട്ട് മധുര സ്നേഹ തരംഗിണിയായി മധുര സ്നേഹ തരംഗിണിയായി കാലമാകാശ ഗോപുരനിഴലിൽ കാലമാകാശ ഗോപുരനിഴലിൽ കൽപ്പന തൻ കളരാജികൾ ചിന്തി കൽപ്പന തൻ കളരാജികൾ ചിന്തി ബന്ധനം എന്നത് തടവാണെങ്കിലും ബന്ധുരമാണതിന്നോർമ്മകൾ പോലും ബന്ധനം എന്നത് തടവാണെങ്കിലും ബന്ധു നാളെ പുണരാൻ മുന്നോട്ടൊഴുകും ഇന്നലെ പിന്നിൽ തേകിയൊതുങ്ങും മുൻകിണിയായി മധുര സ്നേഹ തരംഗിണിയായി ഹൃദയവാണി ഒഴുകുന്നു നീ ഒഴുകുന്നു നീ. Thank you. ഹലോ, പ്രസിഡന്റും സെക്രട്ടറിയും സ്റ്റേജിലേക്ക് വന്നാൽ ഉടൻ തന്നെ നമ്മൾ പരിപാടികൾ ആരംഭിക്കും. ഇതിനകത്തേക്ക് ആരെങ്കിലും ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിൽ ഉടൻ തന്നെ പോയി ഭക്ഷണം കഴിക്കണം. 20 മിനിറ്റോടെ മാത്രമേ ഭക്ഷണശാല ഉണ്ടായിരിക്കുകയുള്ളൂ. ആരെങ്കിലും കഴിയും വന്നാൽ ഉടൻ തന്നെ ഗാനം നൃത്തം ഒരുപാട് അതും വേണം വരുള്ളൂ വരുവാ ഫോട്ടോ എടുക്കാൻ വരുവാ. കാര്യത്തിൽ സംഘടനയുടെ ഇടപെടൽ വിശദീകരിക്കുന്നത് കാണിച്ചിട്ടില്ല. ചില പ്രതിസന്ധികൾ എന്നൊരു തലക്കെട്ട് 72-ാം പേജിൽ കാണുന്നു. ജില്ലകളിൽ സിറ്റി റൂറൽ തിരിക്കുന്നതിനെ കുറിച്ചാണ് അതിലെന്താണ് പ്രതിസന്ധി? ബന്ധപ്പെട്ടവരുടെ താല്പര്യം അതിലില്ലെങ്കിൽ വിട്ടുകളയുന്നതല്ലേ നല്ലത്. വനിതാ ഫോറം രൂപീകരിച്ചതായി പറയുന്നു. അതിന്റെ പ്രവർത്തനങ്ങളെ വിശദീകരിച്ച് കാണുന്നില്ല. ആലപ്പുഴ ജില്ലയിൽ അടുത്തത് എറണാകുളം റൂറൽ ജില്ലയാണ്. നഗര ജില്ല
റിപ്പോർട്ടിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് റിപ്പോർട്ട് എന്നത് ഒരു പൊതുരേഖയാണ്. പൊതുജനങ്ങൾക്ക് ആർക്കും കിട്ടാവുന്ന ഒരു പൊതുരേഖ. and KL03AB1618 എന്ന വാഹനം ഉടനെ തന്നെ മാറ്റിയെടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. എൻ്റെ പേര് അബ്ദുറഹ്മാൻ പാലക്കാട്. അധ്യക്ഷതയ്ക്കുന്ന സംസ്ഥാന സെക്രട്ടറി ഈ സമ്മേളനത്തിന് ആദ്യം വെച്ച കൊല്ലം സിറ്റി കമ്മിറ്റിക്ക് പാലക്കാട് ജില്ലയിലെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു സമ്മേളന വേദിയായി മാറി. അതുകൊണ്ട് ഞാൻ ആദ്യം അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഈ 2026 അധികാരത്തിൽ വന്ന VD സതീശൻ മന്ത്രിസഭയുടെ ആദ്യത്തെ മന്ത്രിസഭ ആദ്യമായി പറഞ്ഞത് പെൻഷനേഴ്സിന്റെ വിഷയങ്ങൾ പഠിച്ച് പരിഹാരം കണ്ടെത്തുന്നതിന് പെൻഷനേഴ്സ് വെൽഫെയർ ബോർഡ് രൂപീകരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്ത് വേണ്ട സമ്മതം നൽകുന്നതെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് ആയിരുന്നു 2011-14 കാലഘട്ടങ്ങളിൽ. 9ാം ശമ്പള കമ്മീഷനിൽ നമുക്ക് നിഷേധിക്കപ്പെട്ട 4ാം ഗ്രേഡ് പോലീസ് സംഘടനകളുടെ ജനപരമായ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റ് ഉത്തരവിലൂടെ ആരുടെ സമയം എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത വരുന്ന 2020-2022 തെരഞ്ഞെടുപ്പും പുതിയ ഭാരവാഹികളും വരും. വരുന്ന ഭാരവാഹികൾ നല്ല രീതിയിൽ ഈ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ നയിക്കാൻ പ്രാപ്തമായിട്ടുള്ളവരായിരിക്കും. ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ ഉണ്ടാകാതെ അവർ സൂക്ഷിക്കും എന്ന്. അതുകൊണ്ട് ഇടുക്കി ജില്ല ഈ പ്രവർത്തന റിപ്പോർട്ടിനും മറുപടി നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി ശ്രീ മണികണ്ഠൻ അവതരിപ്പിച്ച പ്രമേയം അംഗീകരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. തൃശ്ശൂർ ജില്ല തൃശ്ശൂർ എൻ്റെ പേര് സുകുമാരൻ, തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റാണ്. തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ കാലയുടെ പദ്ധതിയാണ്. അസുഖങ്ങൾ മൂലം കഷ്ടപ്പെടുന്ന മെമ്പർമാർക്ക് 25,000 വരെ സാമ്പത്തിക സഹായം കൊടുക്കുന്നു. അതിപ്പോൾ 1,400 പൈസ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെമ്പർമാർ മരണപ്പെടുമ്പോൾ അവർക്ക് 7,500 രൂപ വെച്ച് കുടുംബത്തിൽ കൊടുക്കുന്നു പോകുന്നുണ്ട്. മറ്റൊന്ന് പറയാനുള്ളത് നമ്മുടെ ഈ CPC ക്യാൻറ്റീൻ കാർഡിൽ ഉടമ മരണപ്പെട്ടാൽ അതിൻ്റെ ആരോഗ്യം തുടർന്ന് കുടുംബാംഗം കിട്ടുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ആലോചിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ മെമ്പർ മരണപ്പെട്ടാൽ അതോടുകൂടി ആ ക്യാൻറ്റീൻ കാർഡിൻ്റെ ആരോഗ്യം നിന്നു പോകും. ഇത് നമുക്ക് അംഗം മരണപ്പെട്ടാൽ കുടുംബാംഗം കൂടി ആരോഗ്യം ലഭിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത് ആലോചിക്കുന്നതാണ്. അതുപോലെ ശാസ്ത്രം ചെയ്യുന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഞാൻ പത്തനംതിട്ട ജില്ലയിൽ സംസാരിക്കുന്നു. എൻ്റെ പേര് രാജഗോപാൽ. പരിപാടിയൊക്കെ പങ്കെടുത്ത ആളുകൾ സംഘടനാപരമായുള്ള ഒരു ദൗത്യം മറുപടി പറയാൻ എനിക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഒരുപക്ഷെ നിങ്ങളിൽ കൂട്ടത്തിലേറ്റവും യോഗ്യത കുറഞ്ഞ ആൾക്കാരായിരിക്കാം. അപ്പോൾ അതൊക്കെ കൊണ്ട് ഉണ്ടായിരിക്കുക. പക്ഷേ എന്നാലും നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ പല കാര്യങ്ങളും വലിയ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യങ്ങളൊക്കെ ഇടപെടാനും എളിമയോടെ ഇടപെടാനും അതിൻ്റെ പരിഹാരങ്ങളാണ് അല്ലെങ്കിൽ അതിന് കൊടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് നിങ്ങളെ കാണാനും. ഞാൻ ചാത്തന്നൂർ മേഖലാ സെക്രട്ടറിയാണ്.
കൊല്ലം സിറ്റി ചാത്തന്നൂർ മേഖലാ സെക്രട്ടറിയാണ്. നമ്മുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടു. എനിക്കതിനകത്ത് ഒരു കാര്യം പറയാനുണ്ട്. കാരണം നമ്മുടെ അതിനകത്തൊരു ലോ അമെൻമെൻറ്റ് വേണം. ആണോ? പറയൂ. ഇതുണ്ടോ? എല്ലാം പ്ലീസ് കം. നമ്മളെ എടുക്കട്ടോ. പിടിക്കുന്നുണ്ടേ. ഓക്കെ. രണ്ടുപേരും രണ്ട് സൈഡിലുള്ളവർ
രണ്ട് സൈഡിലായിട്ട് തന്നെ നിന്ന് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നിറഞ്ഞ ഒരു കയ്യടി നൽകിക്കൊണ്ട് തന്നെ വേണം നമ്മുടെ ഏറ്റവും ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ 7ാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി നമ്മുടെ കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ അവരുടെ ഏറെ ആദരവോടുകൂടി തന്നെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലെറ്റ്സ് വെൽക്കം അവർ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ശ്രീ വി.ഡി. സതീശൻ. സർ, പ്ലീസ് വെൽക്കം ഓൺ സ്റ്റേജ്. We are welcome you to this beautiful evening. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിശിഷ്ടാതിഥികളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിശിഷ്ടാതിഥികളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം തന്നെ ഈശ്വര പ്രാർത്ഥനയോട് കൂടി തന്നെ നമ്മുടെ ചടങ്ങുകൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനായി ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ശ്രീ ഓ തങ്കച്ചൻ. ദൈവമേ ഹൃദയനിവാസകനേ മഹിതൻ ഉടയവനേ പരനെ പ്രണമിക്കുന്നു പവൽപദം ജഗദീശ്വരനെ ദൈവമേ എത്ര മനോഹരം നിൻ കരവേലകൾ എത്രയോ ചേരണം ഈ പ്രപഞ്ചം എത്ര മനോഹരം നിൻ കരവേലകൾ എത്ര മനോഹരം ഈ പ്രപഞ്ചം ആഴികളാകാശ വീതികളോതുന്നു അഗ്രാഹ്യമെങ്ങെ തത്വശാസ്ത്രം ജഗദീശ്വരനെ ദൈവമേ ഹൃദയനിവാസനേ മഹിതൻ ഉടയവനേ പരനെ പ്രണമിക്കുന്നു പവൽപദം പ്രണമിക്കുന്നു പവൽപദം. അപ്പൊ ഞങ്ങൾക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല സാർ. മറ്റ് ഞങ്ങളെപ്പോലെ ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പോലെ 1957 കേരള രൂപീകരണ കാലത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അധ്യാപകർ, നഴ്സുമാർ, LD ക്ലർക്കുമാരൊക്കെ തുല്യ വസ്തുത ശമ്പളം വാങ്ങിക്കൊണ്ടിരുന്നവരായപ്പോൾ കാലക്രമേണ അവരൊക്കെ സംഘടിതരായിക്കൊണ്ട് മുമ്പോട്ട് പോയപ്പോൾ പോലീസ് പഴയതുപോലെ തന്നെ താഴോട്ട് പോയി. ഏതായാലും പല ഗവൺമെന്റുകളൊക്കെ മാറി മാറി വന്നെങ്കിലും 2004 ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ വെട്ടാശമ്പള പരിഷ്കരണം വന്നപ്പോഴാണ് ഞങ്ങളൊന്ന് നല്ലൊരു സംഭവമാണ്. ഒരു രൂപ പോലും മിച്ചമില്ലാതിരുന്ന, നാട്ടിൽ വേണ്ടാത്തവൻ പട്ടാളത്തിന് വീട്ടിൽ വേണ്ടാത്തവൻ പോലീസുകാരുമായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ വന്നവരൊക്കെയാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് സമ്പാദ്യമായി ഒന്നും ഉണ്ടായില്ല. ഇറങ്ങിപ്പോയപ്പോൾ കിട്ടിയത് മാറാരോഗങ്ങളാണ്. അവരാണ് ഇറങ്ങിപ്പോയപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ടായിരുന്നു. ഞങ്ങൾ പോലീസൊക്കെ ആയി നാട്ടിൽ സേവിച്ചൊക്കെ ഇറങ്ങിപ്പോയവരാണ്. നാട്ടിൽ പോയാൽ ഞങ്ങൾക്ക് സൗകര്യം കിട്ടും. പക്ഷെ ഞങ്ങൾ നാട്ടിലും
കരുതലില്ലായിരുന്നു സാർ. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ പ്രാരംഭങ്ങൾ പറയാനൊന്നുമല്ല ഈ വേദി ഉപയോഗിക്കുന്നത്. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ആയിരുന്നു. ഇന്ന് നിങ്ങളൊക്കെ ഈ വേദിയിൽ വന്നപ്പോൾ ഞങ്ങൾ എന്താ പറയുക, സന്തോഷമല്ല, ഞങ്ങൾക്ക് ആനന്ദമല്ല, അതിനപ്പുറം എന്താണോ അത് ഞങ്ങൾക്ക് ഈ വേദിയിൽ ലഭിച്ചിരിക്കുന്നുണ്ട്. ഞാൻ ഞങ്ങളുടെ സുഹൃത്തുക്കളോട് പറയാറുണ്ട്, നമ്മുടെ വേദികളിൽ വന്ന് കൂടിച്ചേർന്നാൽ, പണ്ട് ഞങ്ങൾ കൂടിച്ചേരാറുണ്ട്, ചേർന്നാൽ നമുക്കുള്ള കൂടി ഇതുപോലെ പ്രായമുള്ള ആളുകളെ കൂടിച്ചേർന്ന് സന്തോഷിച്ചൊക്കെ പോയാൽ 6 മാസം ഗുളിക കഴിക്കാൻ ആയുസ് നീട്ടി കിട്ടുന്നതാണ് ഞങ്ങൾ പറയുന്നത്. അപ്പം ഇതൊക്കെ ഈ വേദി കൂടെ കിട്ടിയപ്പോൾ 6 മാസത്തേക്ക് തന്നെ 1 വർഷത്തേക്കുള്ള സന്തോഷം ഞാൻ കിട്ടിയിരിക്കുന്നു. ഞങ്ങൾക്ക് ചില പ്രാരംഭങ്ങളുണ്ട് പറയാം. ഞങ്ങൾ ഈ കാണുന്ന കൂട്ടത്തിൽ 2 തരം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. കാരണം അവർക്ക് ഒരുപക്ഷെ ചില വെളുത്തവർ തുറന്നവരാണ് നല്ലത്. ഞങ്ങളിൽ 2 വിഭാഗങ്ങളെ അറേഞ്ച് ചെയ്യുന്നത് ഒരു ഡേറ്റാണ്. 1/4/2010 മുമ്പ് റിട്ടയർ ചെയ്തവരും 1/4/10 ശേഷം റിട്ടയർ ചെയ്തവരും. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരള പോലീസ് 2ാം ആക്ട് വന്നപ്പോൾ ഞങ്ങളൊക്കെ സർവീസ് കാലത്ത് 2010 മുമ്പ് റിട്ടയർ ചെയ്തവരൊക്കെ 2ാം മക്കളും അതിനുശേഷം 1ാം മക്കളും കൂടെ ഞങ്ങൾക്കൊക്കെ ഡേറ്റ് ഓഫ് എൻട്രി സർവീസ് പരിഗണിക്കാതെ ഞങ്ങളുടെ സർവീസ് കാലം സർവീസായി കണക്കാക്കി ആനുകൂല്യം നൽകാതെ ഞങ്ങൾ ഇപ്പോഴും വേണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ നിവേദനം എത്തിയിട്ടുണ്ട്. ഞങ്ങൾ അധികം ഒന്നും ചോദിക്കുന്നില്ല. കാരണം മറ്റ് സർവീസുള്ള ആളുകൾക്ക് ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർ കൊടുത്ത പോലെ 6 മാസം അല്ലെങ്കിൽ 1 വർഷം സർവീസ് ചെയ്താൽ ഒരു ഇൻക്രിമെന്റിന്റെ പകുതി വരുന്ന ഞങ്ങളുടെ പെൻഷൻ ആനുകൂല്യം, 2 വർഷം സർവീസ് ചെയ്ത പോലീസ് ഓഫീസർമാർക്കാണെങ്കിൽ അവർക്ക് ഒരു ഇൻക്രിമെന്റിന്റെ ആനുകൂല്യം കിട്ടാൻ ചെറിയ കാര്യങ്ങൾ ചോദിക്കുന്നു. 2010 മുതൽ ഞങ്ങളുടെ നിവേദനവുമായി നമ്മുടെ സെക്രട്ടറിയിലേക്ക് കയറി ഇറങ്ങി. ഏതാ 2016 നമ്മുടെ അന്നത്തെ UDF ഗവൺമെന്റ് ഭരണമാറ്റം വന്നപ്പോൾ അതിന് 2ആയി തരംതിരിച്ചു. സർവീസ് പോലീസ് സേനയിൽ സർവീസ് ചെയ്ത് ഇതര ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറിപ്പോയവർക്ക് ആനുകൂല്യം നൽകി. ഞങ്ങൾ കൂടുതൽ മെഡിസിപ്പിന് വേണ്ടി വാദിച്ച ഒരാളാണ് അദ്ദേഹം, MLA ആയിരിക്കുന്ന ആൾ. അത് പിന്നെ സർവീസിൽ നിന്ന് പെൻഷൻകായ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു അവകാശമാണ്. ഞാൻ വളരെ ചുരുക്കുകയാണ്. പോലീസിന് മാത്രമുള്ള ഒരു അവകാശത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ മുഖ്യമന്ത്രിയോട് നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പരാതിയല്ല, ഒരു അപേക്ഷ വെക്കുന്നത്. കാരണം ഈ നേരത്തെ പറഞ്ഞതിൽ 1/4/2010 മുമ്പ് റിട്ടയർ ചെയ്തവർക്ക് ട്രെയിനിങ് പീരീഡ് സർവീസായി ഇതുവരെ കണക്കാക്കി കൊടുത്തിട്ടില്ല. അതിന് ശേഷമുള്ളവർക്ക് ട്രെയിനിങ് പീരീഡ് സർവീസായി കണക്കാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പുള്ള ഒരേ ബാച്ചിൽപ്പെട്ട ആളുകളിൽ 2 ദിവസം മുമ്പ് ജനിച്ചു പോയി എന്നുള്ള കുറ്റം കൊണ്ട് അവർക്ക് ആ ബെനിഫിറ്റ് കിട്ടുന്നില്ല. അതിന് ശേഷമുള്ളവർക്ക് ആ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഇതിന് പല കോടതികളിലും 2012 മുതൽ കയറി ഇറങ്ങി പലവിധ വിധികൾ സമ്പാദിച്ചിട്ടുണ്ട്. എല്ലാം ഗവൺമെന്റിന്റെ പരിഗണനയിലാണ്. ഒന്നും ഇതുവരെ ഒരു ഗവൺമെന്റ് ശരിയായ തീരുമാനം എടുത്തിട്ടില്ല. ഈ ഡിസ്ക്രിമിനേഷൻ ഒന്ന് അവസാനിപ്പിച്ചു തരണം. അത് ഗവൺമെന്റ് വിചാരിച്ചാലേ പറ്റത്തുള്ളൂ. അത് മുഖ്യമന്ത്രിയും ഫൈനാൻസ് മന്ത്രിയും കൂടിയായ നമ്മുടെ ഇപ്പോഴത്തെ ആരാധ്യനായ ഉദ്ഘാടനം വിചാരിച്ചാലേ നടക്കുകയുള്ളൂ. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ PK ലംബോദരനായ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മന്ത്രിമാരായ ശ്രീ ഷിബു ബേബി ജോൺ, PC വിശ്വനാഥ്, ശ്രീമതി ബിന്ദു കൃഷ്ണ, കൊല്ലം മേയർ പ്രിയപ്പെട്ട MK ആഫീസ്, MLA-മാരായ ശ്രീ വിഷ്ണുമോഹൻ, ശ്രീ ഗോപകുമാർ, സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബാലകൃഷ്ണൻ കല്ലറ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ്റെ 7ാമത് സംസ്ഥാന സമ്മേളനത്തിൽ ഞാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ പോലീസ് സേനയുടെ ഏറ്റവും ശക്തിയായി നട്ടലായി നിന്ന ആളുകളാണ് നിങ്ങളെല്ലാം. റിട്ടയർ ചെയ്തെങ്കിലും വളരെ സജീവമായി നിങ്ങളെല്ലാം ഈ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തി. തീർച്ചയായും നമുക്കറിയാം, ഇവിടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന് സീനിയർ സിറ്റിസൺസിന് ഒരു വകുപ്പുണ്ടാക്കുക എന്നതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് മുതിർന്ന പൗരന്മാർക്ക് ഒരു സംസ്ഥാനത്ത് ഒരു വകുപ്പുണ്ടാക്കിയിരിക്കുന്നത്. അത് കൂടുതൽ ക്ഷേമ പരിപാടികൾ നടത്താൻ വേണ്ടിയുള്ളത് മാത്രമല്ല, അത് ഒരു ജാപ്പനീസ് മോഡലിൽ
മുതിർന്ന ആളുകളെ കൂടി കൂടുതൽ ക്രിയാത്മകമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ്. റിട്ടയർ ചെയ്യുമെങ്കിലും കേരളത്തിലെ നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും ആയുർദൈർഘ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 2036 ആകുമ്പോൾ കേരളത്തിലെ ജനസംഖ്യയുടെ 38% പേർ മുതിർന്ന പൗരന്മാരായിരിക്കുമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ആ മുതിർന്ന പൗരന്മാരിൽ നല്ലൊരു വിഭാഗത്തെ വീണ്ടും സജീവമാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് മുതിർന്ന പൗരന്മാരുടെ വകുപ്പ് ഇപ്പോൾ ആവിഷ്കരിക്കുന്നത്. പുതിയ തലമുറയുമായി ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പോലീസ് സേനയിൽ നിന്ന് റിട്ടയർ ചെയ്ത നിങ്ങളുടെ സേവനം കേരളത്തിൽ ഏതൊക്കെ രംഗങ്ങളിൽ പ്രയോജനപ്പെടുത്താമെന്നത് ഗൗരവപൂർണമായി സർക്കാർ ആലോചിക്കുകയാണ് എന്ന് സന്തോഷപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അനുഭവവും പരിചയവും എല്ലാം തീർച്ചയായും കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നാണ് ഗവൺമെന്റ് വിശ്വസിക്കുന്നത്. അതിൽ വളരെ പ്രായമുള്ള ആളുകൾ സ്വാഭാവികമായി ഉണ്ടാകും. അവർക്കുള്ള ആവശ്യമായ കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഗവൺമെന്റ് ശ്രദ്ധിക്കും. അതിന് ജെറിയാട്രിക് കെയർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും സ്ഥാപിക്കും. കേരളത്തിലെ മുതിർന്ന പൗരന്മാർക്ക് പ്രിവിലേജ് കേരളത്തിൽ ഉണ്ടാകുന്ന തരത്തിൽ ഉള്ളൊരു ലീഗൽ ഗ്യാരണ്ടി കൂടി ഒരുപക്ഷെ ലോകത്തിൽ ആദ്യമായി മുതിർന്ന പൗരന്മാർക്ക് നൽകാൻ പോകുന്ന ആദ്യത്തെ സംസ്ഥാനം കൂടിയായി കേരളം മാറും. ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ അവർക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് ഗൗരവമായിട്ടുള്ള ആലോചനയിലാണ് ഈ സർക്കാർ എന്ന് ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം നിങ്ങൾ ഒറ്റയ്ക്കാകില്ല എന്നതാണ്. ഒറ്റയ്ക്കാകില്ല, ആരും ഒറ്റയ്ക്കാകില്ല, ഗവൺമെന്റ് കൂടെ ഉണ്ടാകും. അതാണ് ഈ പദ്ധതിയിലൂടെ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഇനിയും 1-2 പരിപാടികൾ കഴിഞ്ഞ് 7 മണിയാകുമ്പോഴേക്കും തിരുവനന്തപുരത്ത് എത്തുന്നതാണ് ഞങ്ങൾക്ക് പലർക്കും. ഇവിടെ കുറെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. അതിൽ വളരെ ന്യായമായ ഒരു ആവശ്യമായി മുന്നോട്ട് വെച്ചത് 1/4/2010 മുമ്പ് വിരമിച്ചവർക്ക് അവരുടെ ട്രെയിനിങ് പീരീഡ് സർവീസ് കാലാവധിയാക്കി കണക്കാക്കിയിട്ടില്ല എന്നുള്ള ഗൗരവമായ ആക്ഷേപം 2 തരം പൗരന്മാരെ ഉണ്ടാക്കുന്ന ഒരു സമീപനമാണ്. 1/4/2010 മുമ്പ് റിട്ടയർ ചെയ്തവർക്ക് കുഴപ്പമുണ്ടോ? അവരുടെ ട്രെയിനിങ് കാലം എന്ന് പറയുന്നത് മോശമായിട്ടുള്ള ട്രെയിനിങ് കാലമാണ്. അല്ല, അപ്പോൾ അന്യായം അതിനകത്തുണ്ട് എന്നുള്ള ആരോപണം ഞാൻ ശരിവെക്കുന്നു. ഒരു അന്യായമുണ്ട്. അന്യായമുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ന്യായം ചെയ്യണം. ആ ന്യായം ചെയ്യാനുള്ള നടപടി ഈ സർക്കാർ സ്വീകരിക്കുമെന്ന് പ്രത്യേകമായി. രണ്ടാമത്, അതിപ്പോഴും സർവീസ് നടത്താൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചെറിയ ചെറിയ നിസ്സാര വീഴ്ചകൾ ഏത് സർവീസിലുണ്ടാവും. പക്ഷെ പോലീസ് സേനയിൽ മാത്രം നിസ്സാരമായ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അത് ക്യുമുലേറ്റീവ് ഇഫക്റ്റ് കണക്കാക്കി വാർഷിക വർധനം തടയുന്ന ഒരു സമ്പ്രദായം. അത് സത്യത്തിൽ ശമ്പളത്തിൽ പെൻഷനെയും മറ്റ് ആനുകൂല്യങ്ങളെയും എല്ലാം ഗൗരവതരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഷിബു ബേബി ജോൺ അവരുകളെ ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ PD സതീശൻ അവരെയാണ്. താങ്ക് യു സോ മച്ച് സർ. അടുത്തത് മുഖ്യ പ്രഭാഷണത്തിനായി നമ്മുടെ ബഹുമാനപ്പെട്ട വനവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ അവരുടെ ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. രാജസ്ഥാൻ
ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദയവ് ചെയ്ത് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ അവരവരുടെ ഇരിപ്പിടങ്ങളിൽ തന്നെ ഇരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ദയവ് ചെയ്ത് തിരക്കുണ്ടാകരുത്. നമുക്ക് ആദരിക്കപ്പെടാനുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാം ഈ സ്റ്റേജിന്റെ അടുത്തേക്ക് വരണം. നേരത്തെ തന്നെ പേരിൽ പറഞ്ഞിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട മന്ത്രി പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ കൊണ്ട് നമുക്ക് ആ പരിപാടി നടത്താമെന്നാണ് വിചാരിക്കുന്നത്. സമയമില്ല. എല്ലാവരും സ്റ്റേജിലേക്ക് വരണം. ആദരിക്കപ്പെടാനുള്ളവരുണ്ട്. ഓക്കെ. മറ്റു വിഷയങ്ങൾ വെച്ചുകൊണ്ട് 55ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യേണ്ടി വരും. പിന്നെ 56 ഞാൻ എൻ്റെ അനുഭവം പറയാം. ഇപ്പൊ എല്ലാം ചെറുപ്പക്കാർ വരണമെന്ന് പറയുന്ന കാലഘട്ടമാണ്. എനിക്ക് 48 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യം മന്ത്രിയായത്. 53ാമത്തെ വയസ്സിൽ ആ കാലാവധി ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു ശ്രീ ജോസ് പീറ്റർ ഫ്രം തൃശൂർ. ശ്രീ ജോസ് പീറ്റർ, പ്ലീസ് വെൽക്കം ഓൺ സ്റ്റേജ്. അടുത്തത് ശ്രീ TH മുഹമ്മദ് ഹസൻ ഫ്രം ആലപ്പുഴ. The next time waiting ശ്രീ TH മുഹമ്മദ് ഹസൻ ഫ്രം ആലപ്പുഴ. എല്ലാവരും കിട്ടുമല്ലോ. തീർച്ചയായും അതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിപ്പോൾ ഞാൻ എൻ്റെ കടയിലൊക്കെ കിടക്കുകയാണ്. നമ്മുടെ അധ്യക്ഷം വഹിച്ച നമ്മുടെ സംഘടനയെ കഴിഞ്ഞ് ദീർഘമായ 10 കൊല്ലം ശക്തമായ നേട്ടം നൽകി. നമ്മുടെ സംഘടനയ്ക്കുണ്ടായ നേട്ടം നടക്കുന്ന കാര്യങ്ങൾ ഈ അവസരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 10 വർഷത്തെ ദീർഘമായ കാലയളവിൽ അദ്ദേഹത്തിൻ്റെ സേവനം തീർച്ചയായും ആ സേവനത്തിന് നന്ദിയും കാര്യങ്ങളും സംഘടനയുടെ പേരിൽ എൻ്റെ സ്വന്തം പേരിൽ ഞാൻ അർപ്പിക്കുന്നു. അടുത്ത അദ്ദേഹത്തിൻ്റെ ഒരു വാക്കിട്ടെന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് അതെല്ലാം അദ്ദേഹത്തിന് ഇത്തരം തിരക്കുകളായിട്ടുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാ പേരിലുള്ള ഇനി അറിയിക്കുകയാണ്. അടുത്തത് അതോടൊപ്പം തന്നെ എല്ലാവരും തന്നെ ആവേശത്തോടെ പറഞ്ഞ വിശ്വാസത്തോടെ തന്നെ പറഞ്ഞാണ്. അതായത് ആ മന്ത്രിമാർ എല്ലാ ജില്ലയോട് എത്തിക്കൊണ്ട് തീർച്ചയായിട്ടും അവരെല്ലാം അതോടൊപ്പം തന്നെ ഇത് ഇത്രയും ഭംഗിയായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ഇവൻ മാനേജ്മെന്റ് ഗോപൻ ശ്രീ ഗോപൻ നമ്മുടെ സുഹൃത്തുകൂടിയാണ്. അദ്ദേഹത്തിന് വളരെ ആത്മാർത്ഥതയോടുകൂടി വളരെ നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ച് എല്ലാ രീതിയിലും അദ്ദേഹത്തിൻ്റെ ടീമിൽ സംഘടനയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ മാധ്യമ പ്രവർത്തകർക്ക് അതായത് മുൻകാലങ്ങളിൽ രണ്ട് രീതിയിലുള്ള പ്രചരണങ്ങളും കാര്യങ്ങളെല്ലാം മുന്നിൽ തന്നിട്ടുണ്ട്. അഭിനന്ദിക്കും. പുതിയ കമ്മിറ്റിക്ക് എല്ലാവിധ ഭാവങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ തുടർ നടപടിക്കായി ശ്രീ കെ എം ആന്റണി ആദരണീയായ കല്ലറ ബാലകൃഷ്ണൻ അവരുടെ ആശംസ അറിയിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. दुनिया भाती है रफ्तार में, हर कोई अपनी दौड़ में।